0.16 ആണ്. അതായത് 34 കിലോമീറ്റർ മൈലേജ്. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതായാലും നമ്മളിപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത്രയും മൈലേജ് കിട്ടുമെന്ന് നിങ്ങളിൽ ആരെങ്കിലും ഈ വാഹനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ഡ്രൈവ് ചെയ്ത രീതിയിൽ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു ചെറിയ ഡൗട്ട് തോന്നി. കാരണം 34.8 കിലോമീറ്റർ മൈലേജ് കിട്ടുമോ? എനിക്ക് അതൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഹുണ്ടായുടെ ക്രെറ്റയാണ്. അത് ഡീസൽ വേരിയൻ്റ് ആണ്, ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ കൃത്യം മൈലേജ് എത്ര കിട്ടും, അതായത് ഓൺ റോഡിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്യൂൽ എഫിഷ്യൻസി എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അത് വെറുതെ മൈലേജ് കിട്ടാൻ വേണ്ടി ഓടിക്കുന്നതല്ല, ഒരു സാധാരണ വ്യക്തി ഓടിക്കുന്ന രീതിക്കാണ് നമ്മളിന്നിപ്പോൾ ഓടിക്കാൻ പോകുന്നത്. ഏതായാലും നമുക്ക് കൃത്യമായിട്ട് അറിയാം എത്ര ഫ്യൂൽ എഫിഷ്യൻസി ഈ വാഹനത്തിൽ കിട്ടുമെന്നുള്ളത്. അത് മാത്രമല്ല, ഇത് ഫുൾ ടാങ്ക് ആദ്യം നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്യൂൽ ഫില്ലിംഗ് സ്റ്റേഷനിൽ വന്നിട്ട് ഫുൾ ടാങ്ക്, അതായത് നെക്ക് ലെവലിലാണ് നമ്മളത് ഫില്ല് ചെയ്യുന്നത്. നെക്ക് ലെവൽ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഒരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. 50 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യും. ഞാൻ എൻ്റെ പല വീഡിയോസിലും മൈലേജ് ടെസ്റ്റിംഗ് വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫുൾ ടാങ്ക്, അതായത് നെക്ക് ലെവൽ ഫില്ല് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു 50 കിലോമീറ്റർ ഓടിക്കും. എന്നിട്ടൊരു ഫുൾ ടാങ്ക് എങ്ങനെ കൃത്യം അറിയാൻ സാധിക്കുമെന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. അങ്ങനെ നമ്മളിപ്പം ട്രിപ്പ് 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സിൻസ് റീഫില്ലിങ് 0 ആക്കിയിട്ടുണ്ട്, എല്ലാം 0 ആക്കിയിട്ടുണ്ട്. വാഹനത്തിൽ നിലവിൽ ഡ്രൈവ് ചെയ്തിരിക്കുന്ന കിലോമീറ്റർ 20,202 കിലോമീറ്റർ ആണ്. ഇപ്പം ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഈ വാഹനത്തിൽ ഫുൾ ടാങ്ക്, അതായത് നെക്ക് ലെവലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ ഒരു ലെവൽ കാൽക്കുലേഷൻ അല്ല, എന്നാൽ ഒരു ഫ്ലോട്ട് ലെവലിലെ കാൽക്കുലേഷനിലാണ് വാഹനത്തിൽ എപ്പോഴും അത് കാണിക്കുന്നത്. ഈ വാഹനത്തിൽ ഇപ്പം 787 കിലോമീറ്റർ റൺ ചെയ്യാനുള്ള റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഏതായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കറക്റ്റ് പറയാനാണെങ്കിൽ കോട്ടയത്ത് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കോട്ടയം നമ്മുടെ ഗാന്ധി നഗർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാഞ്ഞിരപ്പള്ളിയാണ് പോകുന്നത്. ഏതായാലും ഇന്ന് ഒരു സാറ്റർഡേ ആയതുകൊണ്ടും അവധി ദിവസം ആയതുകൊണ്ടും നല്ല രീതിക്ക് തിരക്ക് നമുക്ക് റോഡിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് വാഹനത്തിൽ നമുക്കറിയാം ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കുറവേ കിട്ടും. എന്നാലും നമ്മൾ ട്രൈ നടത്തുകയാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി എന്നുള്ളത്. ഏതായാലും നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു പോവുകയാണ്. പന്ത്രണ്ട് 12 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാക്സിമം ഒരു 60-ക്കകത്ത് തന്നെയാണ് നിൽക്കുന്നത്. 60യുടെ മേളിലോട്ട് സ്പീഡ് എടുത്തിട്ടില്ല. 2000 RPM മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 2500 വരെയൊക്കെ. കാരണം ചില കയറ്റമൊക്കെ കയറുന്ന സമയത്ത് കുറച്ചൊരു ഒരു ഫീൽ വരുന്നുണ്ട്. മീൻസ് ഒരു പവർ ലാഗ് ഫീൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല കയറ്റമൊക്കെയാണ് കയറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു മൈലേജ് നോക്കാനാണെങ്കിൽ പോലും ഒരു മൈലേജ് ഔട്ട്പുട്ട് കൃത്യം വേണമെന്നുള്ള രീതിയിലല്ല, ഒരു സാധാരണ വ്യക്തി ഡ്രൈവ് ചെയ്യുന്ന രീതിക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അതും വിത്ത് എ സി ഞാൻ 17 തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതായത് നല്ല കോൾഡ് രീതിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാൻ്റെ സ്പീഡ് 3 ആണ് ഇട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൻ്റെ സ്പീഡ് പോലും നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയെ ബാധിക്കുന്നുണ്ട്. ഞാനത് 2 ആക്കിയിട്ടുണ്ട്. അപ്പം കഴിവതും 2 or 1 ഇട്ട് നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ, അതായത് എ സിയുടെ സ്പീഡ് 1 or 2 ഇട്ട് കഴിഞ്ഞാൽ അതുവരെ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയെ ബാധിക്കും. അത് 2 വരെ കുഴപ്പമില്ല. അതിനുശേഷം അതായത് ഒരു 3-4 ഒക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എ സിയുടെ കംപ്രസറിൻ്റെ കട്ട് ഓഫ് കുറയും. അതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ലോഡ് അവിടെ കൂടുതൽ എടുക്കുന്നതായിരിക്കും. ആ രീതിക്ക് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏതായാലും ഞാൻ കുറച്ചുകൂടെ ഓടിക്കട്ടെ. ഞാൻ പറഞ്ഞ ഒരു 40 എങ്കിലും, ഒരു 40-ലൊക്കെ നിർത്താമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു 40 എങ്കിലും ഓടിച്ച് നോക്കി ആ ഒരു റേഞ്ചിൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ ഒരു 36.8 കിലോമീറ്റർ നമ്മളിപ്പം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ കാണിക്കുന്ന 16.5 ആണ്. എത്രത്തോളം ഉള്ളതാണെന്നുള്ളത് നമുക്കൊന്ന് ഫില്ല് ചെയ്താലേ കറക്റ്റ് അറിയാൻ സാധിക്കത്തുള്ളൂ. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ക്രെറ്റയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഇലക്ട്രിക് വെഹിക്കിളിൻ്റെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഡീസൽ വെഹിക്കിളിൻ്റെ ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണണം അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കൂടെ ഒന്ന് കൊടുക്കുക. ഞാൻ ഉറപ്പായിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ കൂടെ ചെയ്യുന്നതായിരിക്കും. ഏകദേശം ഒരു 40
8.4 കിലോമീറ്റേഴ്സ് നമ്മൾ റൺ ചെയ്തിട്ടുണ്ട്. 17.1 ആണ് ഇപ്പം നമുക്കൊരു ക്ലെയിംഡ് മൈലേജ് നമുക്ക് ഈ മീറ്ററിൽ കാണിക്കുന്നത്. പക്ഷേ നമുക്ക് എക്സാക്റ്റും കൂടെ ഒന്ന് അറിയാൻ സാധിക്കും. നമുക്കിപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളൊരു പമ്പിൽ ചെന്ന് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ കറക്റ്റ് 110 രൂപ, അതായത് 1.16. അങ്ങനെ നമുക്കിപ്പം ഫ്യൂവൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എത്ര നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതായത് 40.4 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 40.4. അപ്പം 40.4 ഡിവൈഡഡ് ബൈ 1.16 ആണ്. അതായത് 34 കിലോമീറ്റർ മൈലേജ്. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏതായാലും നമ്മളിപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 1.16 ഫ്യൂവലിൻ്റെ ലെവൽ ഏറ്റവും ടോപ്പാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തേക്കും. ഒരു ഡൗട്ട് എനിക്കുണ്ട്, ഒന്നുകൂടെ നോക്കി വെച്ചും വരാം. കട്ട് ചെയ്യണ്ടായിട്ട് ഓക്കെ, ഇത് നിറഞ്ഞ് തുളുമ്പിയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മൈലേജ് ഈ വാഹനത്തിന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൈലേജ് കിട്ടുമെന്നുള്ളൊരു കാര്യം നമുക്ക് 100%. അതായത് 34 ഞാൻ ശരിക്കും ഭയങ്കര ഒരു സർപ്രൈസ്ഡ് ആണ്. കാരണം 34.82 കമ്പനി പറയുന്ന മൈലേജ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 19 to 20 21 സംതിങ് എങ്ങാണ്ടാണ് കമ്പനി ഈ ഒരു വാഹനത്തിന് മൈലേജ് പറയുന്നത്. അപ്പോൾ 34 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓടിക്കുന്നതിൻ്റെ രീതി. അങ്ങനെ ഒരു ചെറിയ ഡൗട്ട് തോന്നി. കാരണം 34.8 കിലോമീറ്റർ മൈലേജ് കിട്ടുമോ? എനിക്ക് ആദ്യം ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. എന്നാലും ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്തൊരു ഫ്യൂവൽ സ്റ്റേഷനിൽ വന്നിട്ട് ഒന്നുകൂടെ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഫുള്ളൊക്കെ അടിച്ചു. നമ്മൾ പിന്നെയും വാഹനത്തിൽ കയറി ഒന്നുകൂടെ ഒന്ന് ട്രിപ്പ് 0 ഇട്ട് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 40 കിലോമീറ്റർ ഒന്നുകൂടെ ഡ്രൈവ് ചെയ്യാൻ പോവാണ്. നോർമൽ മോഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സീക്വൻഷ്യൽ മോഡൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നോർമൽ മോഡിൽ തന്നെ. ഇക്കോ ഞാൻ നോക്കുന്നില്ല. ഒരു നോർമൽ ഡ്രൈവിൽ തന്നെ നോർമൽ മോഡിൽ നമ്മൾ ഒന്നുകൂടെ പോകും. ആദ്യം നമുക്കുണ്ടായ ഒരു മിസ്റ്റേക്ക് ആണോ, അത് കൃത്യമാണോ എന്നും കൂടെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഏതായാലും ഫില്ല് ചെയ്തപ്പോൾ ഒരു 1.5 വരെ കയറിയിട്ടുണ്ട്. 1.5 ലിറ്റർ കയറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് തോന്നുന്നു. ഏതായാലും ഒന്ന് കൺഫേം ആക്കി നോക്കാം. അതുകൊണ്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനൊന്ന് ട്രിപ്പ് 0 ആക്കുകയാണ്. ഞാൻ റീഫില്ലിംഗ് എല്ലാം 0 ആക്കിയിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ എല്ലാം 0 ആണ്. കിലോമീറ്റർ പെർ ലിറ്റർ വരെ 0 ആണ്. ഞാൻ ഡ്രൈവ് മോഡിലോട്ട് മാറ്റി. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ മോഡിൽ മാത്രമാണ് ഞാൻ ഓടിക്കുന്നത്. ഇക്കോ ഇടുന്നില്ല, സ്പോർട്സ് മോഡും ഇടുന്നില്ല. ജസ്റ്റ് നോർമൽ മോഡിൽ തന്നെ ഡ്രൈവ് ചെയ്യുകയാണ്. ഏതായാലും പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ 50.9 കിലോമീറ്റർ 50.9 കിലോമീറ്റേഴ്സ് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. 16.9 ആണ് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി ഇപ്പോൾ കാണിക്കുന്നത്. ഏതായാലും നമുക്ക് കൃത്യം ഒന്നറിയാം എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ 2.82 ആണ് നമുക്കിപ്പം ഫ്യൂവൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡൗട്ട് ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതൊരു തവണയും കൂടെ നമ്മളിത് ചെയ്തത്. 2.8 ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് നോക്കാനാണെങ്കിൽ 50.9 ഡിവൈഡ് ബൈ 2.8 നോക്കുകയാണെങ്കിൽ 18.1, അതായത് 18.1 കിലോമീറ്ററാണ് നമുക്ക് 1 ലിറ്റർ ഫ്യൂവലിൽ നമുക്ക് എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആദ്യം നോക്കിയ സമയത്ത് നമുക്ക് ഏകദേശം ഒരു 34, എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ചെരുവിലൊക്കെ ആയതുകൊണ്ടും പിന്നെ എങ്ങനെയാണെങ്കിലും മൈലേജ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ശരിക്കും ബ്ലോക്ക് പെട്ടുകൊണ്ടാണ് ഈ ഒരു മൈലേജ് ഡ്രോപ്പ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം 21 വരെയൊക്കെ സുഖമായിട്ട്, 21 അല്ല, അതിന് പ്ലസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് നോർമലായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന വഴി എന്ന് പറയുമ്പോഴത്തേക്കും ശനിയാഴ്ചയാണ്, 3:30 4 കഴിയുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ബ്ലോക്ക് വന്നുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു 18.1 ആണ്. ഏതായാലും വലിയ കുഴപ്പമില്ല. ഒരു അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി, അതും 4 പേരെ വെച്ചാണ് ഈ വാഹനം നമ്മളിപ്പം ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 4 പേരെ വെച്ച് നോക്കുമ്പോൾ 18.1 ഒരു മോശമില്ലാത്തൊരു ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണെന്ന് ഞാൻ പറയും.